വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയിൽ ഭീതി പടർത്തി ഇറാനിൽ ആക്രമണം ആരംഭിച്ച ഇസ്രായേൽ. ടെഹ്റാനിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടയ്ക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള സംയുക്ത ഓപ്പറേഷനാണ് നടത്തിയതെന്ന് ഇസ്രായേൽ വക്താവും അറിയിച്ചു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ. പശ്ചിമേഷ്യയിൽ ഭീതി പടർത്തി ഇറാനിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിലായിട്ടാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടയ്ക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജനങ്ങളോട് ബങ്കറിൽ കഴിയാനൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള സംയുക്ത ഓപ്പറേഷനാണ് നടത്തിയതെന്നും ഇസ്രായേൽ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇറാന് നേർക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇപ്പോൾ സ്ഫോടനം നടന്നതായുള്ള വിവരം ലഭിക്കുന്നത്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US ഇറാൻ ബന്ധം അത്യന്തം വഷളായിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല, ഇറാന്റെ ചർച്ചകളോട് താൻ സന്തുഷ്ടനല്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമപാതയൊക്കെ അടച്ചിട്ടുണ്ട്. സ്കൂളുകളും തൊഴിലിടങ്ങളും ഒക്കെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോങ്ഹൂരി തുടങ്ങി നിരവധി ഇടങ്ങളിലായി മിസൈൽ പതിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇസ്രായേലിനെതിരെ ഭീഷണികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇറാന് നേർക്ക് ആക്രമണം ആരംഭിച്ചതായും പ്രതിരോധ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കെട്ടിടങ്ങളിൽ നിന്നൊക്കെ പുകയുയർന്ന ഒരു ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തൊഴിലിടങ്ങളും വ്യോമയാന പാതകളും സ്കൂളുകളും ഒക്കെ അടച്ചിട്ടുണ്ട്. അപായ സൈറണൊക്കെ മുഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ടെഹ്റാന്റെ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോങ്ഹൂരി തുടങ്ങി നിരവധി ഇടങ്ങളിലാണ് ഇപ്പോൾ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US ഇറാൻ ബന്ധം വലിയ രീതിയിൽ വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാന് നേർക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നുണ്ട്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും കെട്ടിടങ്ങളിൽ നിന്നൊക്കെ പുകയുയരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അമേരിക്കയുമായി ചേർന്ന ഒരു സംയുക്ത ആക്രമണമാണ് ഈ നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇത്തരം ഒരു ആക്രമണത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യ ഇപ്പോൾ യുദ്ധഭീതിയിലാക്കിയിരിക്കുകയാണ്. വ്യോമപാതയൊക്കെ അടച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളും തൊഴിലിടങ്ങളും ഒക്കെ അടച്ചിട്ടുണ്ട്. ഇസ്രായേൽ അപായ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുൻപായിട്ട് ബ്രിട്ടൻ അവരുടെ ഉദ്യോഗസ്ഥരോട് പിൻവാങ്ങാനൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഭീതി പടർത്തിയാണ് ഇറാനിൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ടെഹ്റാന്റെ പലയിടങ്ങളിലും സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുമായി ഒരു സംയുക്തമായി ചേർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇപ്പോൾ ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ ഇസ്രായേൽ അവരുടെ വ്യോമപാത അടച്ചതിന് പിന്നാലെ ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ ഇറാഖും അവരുടെ വ്യോമപാതകൾ അടച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കും അടയ്ക്കാനാണ് സാധ്യത. തിരിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള പ്രാരംഭഘട്ട നടപടിയായാണ് ഈ വ്യോമപാത അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കും അടയ്ക്കുന്ന നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, ഇറാനിയൻ ഒഫീഷ്യൽസ് ഇത്തരത്തിൽ അവരുടെ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞ, അതുപോലെ റോയിട്ടേഴ്സും അതുപോലെ തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയോടും സംവദിച്ച സമയത്ത് ഇത്തരത്തിൽ ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് എന്നും ഇറാന്റെ തിരിച്ചടി അത് ഇസ്രായേലിന് വലിയ രീതിയിൽ
താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും എന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ എന്തായാലും ഇറാൻ തന്നെ തങ്ങളുടെ ജനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ എന്തായാലും ഇരു രാജ്യങ്ങളും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുദ്ധത്തിൻ്റെ വക്കിലായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഇറാൻ സജ്ജമാണ് എന്നുള്ളതും നേരത്തെ തന്നെ ഇറാൻ്റെ പരമോന്നത വക്താക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് കടലിലും കരയിലും ആക്രമണം ശക്തമാക്കി US-ഉം ഇതിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ അമേരിക്ക അവരുടെ 2 യുദ്ധക്കപ്പലുകൾ USS ജെറാൾഡ് ഫോർഡും അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കണും ഇറാൻ തീരത്തോട് അടുപ്പിച്ച് നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനൊപ്പം തന്നെ US-ഉം അതായത് അമേരിക്കയും ഇത്തരത്തിൽ കടൽ വഴിയുള്ള യുദ്ധത്തിൽ പങ്കുചേർന്നേക്കും, അതായത് നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കു ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക്, അതായത് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ അനുസരിച്ചുകൊണ്ട് അവിടേക്ക് ആരും യാത്ര ചെയ്യരുത് എന്നും അതുപോലെ തന്നെ ഈ പറയുന്ന 2 രാജ്യങ്ങളിലുമുള്ള എല്ലാ ഇന്ത്യക്കാരും അവർക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള സുരക്ഷിത താവളങ്ങളിലേക്കോ ബങ്കറുകളിലോ തന്നെ തുടരണം, അവിടെ നിന്ന് പുറത്തിറങ്ങരുത് എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അടിയന്തര അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ടെൽ അവീവിലുള്ള ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെടാനും അതുപോലെ തന്നെ നാട്ടിലേക്ക് എത്തേണ്ടവർക്ക് എംബസിയെ അറിയിക്കാനും ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇറാനിലെ വടക്ക് കിഴക്ക് നഗരങ്ങളിലായാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും തിരക്കേറിയ നഗരങ്ങളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, അതുപോലെ തന്നെ റിപ്പബ്ലിക് സ്ക്വയർ, അതുപോലെ തന്നെ മറ്റ് ജമൗരി എന്ന് പറയുന്ന പ്രദേശം എന്നിവിടങ്ങളിലായാണ് പ്രധാനമായും ഈ ആക്രമണം ഉണ്ടായത്. ഇസ്ഫഹാൻ, കരാജ്, കെർമൻഷാ എന്നീ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ ഇപ്പോൾ ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണങ്ങളിൽ നിന്നും ഇറാൻ്റെ ഏറ്റവും നേതാക്കളെ തന്നെ തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യം കൂടി ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നേതാക്കളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ആയത്തുള്ള ഖമേനി ടെഹ്റാനിൽ ഉണ്ടായിരുന്നില്ല എന്നും അതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക്, അതായത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് പൊതുജനങ്ങൾ ആരും തന്നെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കരുത്, എല്ലാവരും തന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ബങ്കറുകളിലോ ഷെൽട്ടറുകളിലോ തുടരണമെന്നും പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുത് എന്നും ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം പ്രതീക്ഷിക്കുന്നതായാണ് ഇസ്രായേലും അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം പൊതുജനങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 8 മണി മുതൽ പുതിയ, അതായത് ഫ്രണ്ട് കമാൻഡിലുള്ള പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം എന്ന് ഒട്ടും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇത്. കാരണം ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ US-ൻ്റെ പങ്കുകൂടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ കൂടി അറിവോടുകൂടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്
അറിയിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലും അതുപോലെ തന്നെ US ഒഫീഷ്യൽസും ഈ ഒരു കാര്യം ശരിവെച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ വ്യോമപാത അടച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിലും ഇറാനിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നേരത്തെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ്. സ്കൂളുകളും അതുപോലെ തന്നെ തൊഴിലിടങ്ങളും അടച്ചിട്ടുണ്ട്. അപായ സൈറണുകൾ ഓരോ മണിക്കൂറുകളും ഇടവിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ എന്തായാലും ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭൗമരാഷ്ട്രീയത്തെ മാത്രമല്ല മറിച്ച് വ്യാപാരമടക്കമുള്ള എല്ലാ മേഖലകളെയും ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ഇറാൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇറാന് നേരെ ഉണ്ടാകുന്ന ആക്രമണം അത് വിപണിയെ വലിയ രീതിയിൽ ബാധിക്കും. അത് ചരക്ക് നീക്കത്തെ, മറ്റൊന്ന് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നതോടുകൂടി അത് ചരക്ക് നീക്കത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതോടുകൂടി ക്രൂഡ് ഓയിൽ അടക്കമുള്ള സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. എന്തായാലും ഇപ്പോൾ മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത് ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇറാനിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയെ കൂടി ബാധിക്കുന്ന ഒന്നായിരിക്കും. അമേരിക്കയിലെ ഗൾഫ് സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാനാണ് ഇറാൻ്റെ ഒരു ആലോചന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ ആശങ്ക ഉയർത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ തീവ്രതയുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, ഈ ഓപ്പറേഷൻ്റെ പേര് ദ ലയൺസ് റോർ എന്ന് പേരിട്ട ദൗത്യത്തിലൂടെയാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ടെഹ്റാന് നേരെയുള്ള ഈ ഒരു സംയുക്ത ദൗത്യം, അമേരിക്കയുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ സംയുക്ത ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത് ദ ലയൺസ് റോർ അല്ലെങ്കിൽ സിംഹഗർജനം എന്നാണ് ഈ ഒരു ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ നിന്നും നേരത്തെ തന്നെ ഇവർ ഈ ഒരു ആക്രമണത്തിന് ഒരുങ്ങിയിരുന്നു എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. അരുണിമ, ശരി, വ്യക്തമാണ്. ഇറാന് നേർക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിന്റെ പലയിടത്തുമാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US ഇറാൻ ബന്ധം അത്യന്തം വഷളായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോംഹൂരി തുടങ്ങിയ നിരവധി ഇടങ്ങളിൽ മിസൈൽ പതിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇസ്രായേലിലും ഇറാനിലും ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകളും പൊതുയിടങ്ങളും എല്ലാം തൊഴിലിടങ്ങളും എല്ലാം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. പൊതുജനങ്ങളോട് ബങ്കറുകൾ കഴിയാനാണ് ഇപ്പോൾ മുൻകരുതൽ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കും അടച്ചേക്കും. അത് ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കാനാണ് സാധ്യത. അതുമാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളൊരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. ദ ലയൺ സ്റ്റോർ എന്നാണ് ഈ ഒരു ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം, വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലാകെ ഇപ്പോൾ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഇറാനിൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ടെഹ്റാനിൻ്റെ വിവിധ ഇടങ്ങളിലൊക്കെ ആയിട്ട് സ്ഫോടനം നടന്നതായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടയ്ക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ സഹകരണത്തോടെയുള്ളൊരു സംയുക്ത ഓപ്പറേഷനാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വക്താവ് അറിയിക്കുന്നത്. എന്തായാലും ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അമേരിക്കയെ കൂടി ബാധിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ടാകുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാൻ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊതുജനങ്ങളോട് വീണ്ടും ജാഗ്രത അറിയിച്ചിട്ടുണ്ട്. ബങ്കറുകൾ തന്നെ തുടരാൻ ജാഗ്രതാ നിർദ്ദേശമൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സൈറണൊക്കെ മുഴങ്ങിക്കഴിഞ്ഞു. വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. പശ്ചിമേഷ്യയിലാകെ വലിയ രീതിയിലുള്ളൊരു ഭീതി പടർത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കൊക്കെ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ചരക്ക് നീക്കത്തെയും ഒക്കെ ഇത് ബാധിക്കും. ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ലോകം ഒരു യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നിലനിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇറാനിൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ടെഹ്റാനിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് സ്ഫോടനം നടന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും അമേരിക്കയുടെ ഒരു സഹകരണത്തോടെയുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് വ്യക്തമാക്കി ഇസ്രായേൽ വക്താവ് ഇതുമായി ബന്ധമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്.
അതുല്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായി അറിയുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഈ ആക്രമണം നടന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പ്രധാനമായും ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ലക്ഷ്യം തന്നെ അവർക്കെതിരായ ഭീഷണികളെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ വസതിയും അതുപോലെ തന്നെ ന്യൂക്ലിയർ റിസർച്ച് ഏജൻസിയും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ വസതിക്ക് സമീപമാണ് മിസൈലുകളിൽ ഒന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂക്ലിയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ആണവ ഊർജത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഫെസിലിറ്റിക്ക് സമീപമാണ് മറ്റൊരു മിസൈൽ പതിച്ചത്. എന്തായാലും ഈ ആണവോർജ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ എന്തായാലും കൃത്യമായി ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ആയത്തുള്ള ഖമേനി അടക്കമുള്ളവരെ എന്തായാലും നേരത്തെ തന്നെ രഹസ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനാൽ തന്നെ ഈ ഒരു ലക്ഷ്യം കാണാനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ലയൺസ് റോർ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിംഹഗർജനം എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവോർജ്ജങ്ങളെ നിർവീര്യമാക്കുക, അതുപോലെ തന്നെ ഇറാൻ്റെ ആണവശക്തിയെ നിർവീര്യമാക്കുക, ഇറാൻ്റെ നേതാക്കളെ ലക്ഷ്യമിടുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശം, അതായത് ഇസ്ഫഹാൻ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലായാണ് ഇറാൻ്റെ ന്യൂക്ലിയർ ടെക്നോളജി ആൻഡ് റിസർച്ച് സെൻറ്റർ ഉള്ളത്. ആ ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇത്തരത്തിൽ എയർ സ്ട്രൈക്ക് അല്ലെങ്കിൽ വ്യോമ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തബ്രിസ് എന്ന് പറയുന്ന ഒരു മിസൈൽ ബേസ് സ്ഥാപിച്ചിട്ടുള്ള തബ്രിസ് നഗരപ്രദേശത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ഖമേനിയുടെ വസതി നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ്. ഇവിടെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മിസൈൽ ബേസ്, ഇത്തരത്തിൽ അതുപോലെ തന്നെ നേതാക്കളുടെ വസതികൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് അമേരിക്കയുടെ സഹായം കൂടി തേടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ട്രംപ് അടക്കം ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരം ട്രംപ് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നു. ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. A short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. For 47 years, the Iranian regime has chanted death to America and waged an unending campaign of bloodshed and mass murder, targeting the United States, our troops, and the innocent people in many, many countries. Among the regime's very first acts was to back a violent takeover of the U.S. Embassy in Tehran, holding dozens of American hostages for 444 days. In 1983, Iran's proxies carried out the A short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. For 47 years, the Iranian regime has chanted death to America and waged an unending campaign of bloodshed and mass murder, targeting the United States, our troops, and the innocent people in many, many countries.
Among the regime's very first acts was to back a violent takeover of the U.S. Embassy in Tehran, holding dozens of American hostages for 444 days. In 1983, Iran's proxies carried out. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരികെ അതുല്യയിലേക്ക് തന്നെ വരാം. അതുല്യ, ഇത്തരം ഒരു ആക്രമണം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള ട്രംപിന്റെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു ആക്രമണം ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അരുണിമ, നിലവിൽ എന്തായാലും ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം. അതായത് ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്ന ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന 2 രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാർക്കും മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അസൈൻ ചെയ്തിട്ടുള്ള ബങ്കറുകളിലേക്കോ ഷെൽട്ടറുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷാ താവളങ്ങളിലേക്കോ മാറി താമസിക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ കർഫ്യൂകളോ അല്ലെങ്കിൽ അപകട സൈറണുകളോ മുഴങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങരുത്. മാത്രമല്ല, എന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്ക് ടെഹ്റാനിലുള്ള അല്ലെങ്കിൽ ടെൽ അവീവിലുള്ള ഇരു രാജ്യങ്ങളുടെയും ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടണം എന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബാധിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ചരക്ക് നീക്കം, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കവും ക്രൂഡ് ഓയിലിൻ്റെ വിലവർധനയുമാണ് ഇന്ത്യയെ മറ്റൊരു രീതിയിൽ ബാധിക്കുക എന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി ഈ അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടി വരുമ്പോൾ അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രതികരണം കൂടി വരുമ്പോൾ അത് ഈ ഒരു യുദ്ധത്തിൻ്റെ തീവ്രതയെ ഒന്നാകെ മാറ്റുകയാണ്. കാരണം ഇറാൻ ഭരണകൂടത്തിനായി അല്ലെങ്കിൽ ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം അമേരിക്ക നടത്തുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ആസന്നമായ ഭീഷണികൾ ഇല്ലാതാക്കി അമേരിക്കൻ ജനതയെ ഇറാനിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ട്രംപ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇറാൻ ഒരിക്കലും ആണവായുധം നേടുന്നില്ല എന്ന് ഈ ഒരു ആക്രമണത്തിലൂടെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. US സൈന്യം ഇറാന്റെ മിസൈലുകൾ നശിപ്പിക്കുമെന്നും നാവികശേഷി ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ഈ ഒരു പ്രതികരണത്തിൽ പറയുകയുണ്ടായി. എന്തായാലും അമേരിക്ക അവരുടെ ആക്രമണം പൂർണ്ണമായ രീതിയിൽ ആരംഭിച്ചാൽ ഇറാന്റെ സൈനിക ശേഷിയെയും മിസൈലിനെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ തന്നെ കടൽ വഴിയുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായി USS ജെറാർഡ് ഫോൾഡും അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ എന്നിങ്ങനെ 2 വിമാനവാഹിനി കപ്പലുകൾ, 2 പടക്കപ്പലുകൾ അവിടെ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു. അപ്പോൾ യുദ്ധം ഇനിയും കനക്കുകയാണെങ്കിൽ ഈ 2 വിമാനവാഹിനി കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ വഴി ഒരു നാവിക യുദ്ധം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ടാർഗറ്റ് മാപ്പ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് അവർ ലക്ഷ്യം വെച്ചത് എന്നതിൻ്റെ ലിസ്റ്റാണ് നമുക്കിനി ലഭിച്ചിരിക്കുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ ഓഫീസിന് പുറമെ ഇൻ്റലിജൻസ് മന്ത്രാലയം, അതുപോലെ തന്നെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രാലയം, ഇറാനിയൻ ആണവോർജ ഏജൻസി, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിസർച്ച് ആൻഡ് റെഗുലേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ പാർച്ചിൻ സൈനിക സമുച്ചയം, തക്രിബിലുള്ള മിലിറ്ററി ബേസ് എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളെയാണ് ഇസ്രായേൽ മിസൈലുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. അതുല്യ, പശ്ചിമേഷ്യയിലാകെ ഇപ്പോൾ ഭീതി പടർത്തി ഇറാനിൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ടെഹ്റാന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടന്നതായൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടയ്ക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ നടത്തിയതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വക്താവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ ഭീഷണികൾ ഇല്ലാതാക്കാനായി നടത്തിയ ഒരു മുൻകരുതൽ ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇതിനെ വിശേഷിപ്പിച്ചത്. ആക്രമണം ഇപ്പോൾ ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം തുടങ്ങിയെന്ന് ട്രംപ് പെൻസിൽവാനിയയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രതികരണവും നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇന്ത്യക്കാർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കാനാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇറാനോടും ഇറാൻ തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും യുദ്ധഭൂമിയിലാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനിൽ നിന്നും പ്രത്യാക്രമണം ഉണ്ടാകാനും അതുപോലെ തന്നെ പൊതുജനങ്ങൾ ബങ്കറുകൾ കഴിയാനും ഒക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം
കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമോസ് കടലെടുക്കും അടച്ചേക്കും. ഇതൊക്കെ ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിച്ചേക്കും. എന്തായാലും ഈ ഒരു ഓപ്പറേഷന് ദ ലയൺസ് റോർ എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സ്കൂളുകളും തൊഴിലിടങ്ങളും ഒക്കെ അടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളോട് ബങ്കറുകളിൽ കഴിയാനാണ് ഇപ്പോൾ ജാഗ്രത നൽകിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ട്രംപ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ